മയക്കുമരുന്ന് മാഫിയ തലവനും ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായിയുമായ സലീം ധോലയെ ഇന്ത്യക്ക് കൈമാറി. തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താൻബുളിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. സലീം ധോലയെ ഡൽഹിയിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആസ്ഥാനത്തേക്ക് എത്തിച്ചു. ദുബായ് കേന്ദ്രീകരിച്ച് രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയ സംഘത്തെ നിയന്ത്രിച്ചിരുന്ന ആളാണ് സലീം ധോല. വർഷങ്ങൾക്ക് ശേഷം ഡി കമ്പനി ബന്ധങ്ങളുള്ള കൊടും കുറ്റവാളി ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ വലയിലേക്ക് വീണിരിക്കുകയാണ്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസിന്റെ പശ്ചാത്തലത്തിൽ ടർക്കിഷ് ഇന്റലിജൻസും ലോക്കൽ പോലീസും ചേർന്ന് നടത്തിയ ദൗത്യത്തിലൂടെ ഒരു ദശാബ്ദക്കാലം നീണ്ട ഒളിവുകാലത്തിന് അന്ത്യം കുറിച്ചാണ് സലീം ധോലയെ പിടികൂടിയത്. കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കി ഇയാളെ പ്രത്യേക വിമാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ചു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആസ്ഥാനത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മുംബൈ പോലീസിന് സലീം ധോലയുടെ കസ്റ്റഡി നൽകിയേക്കും. അതിനുശേഷം ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികൾ ദാവൂദ് ഇബ്രാഹിമുമായി അടുത്തു ബന്ധമുള്ള അനുയായിയെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങും. ധോലയുടെ കൈമാറ്റത്തെ പ്രകീർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. മയക്കുമരുന്ന് മാഫിയ തലവന്മാർക്ക് ഒരിടവും സുരക്ഷിതമല്ലെന്ന് അദ്ദേഹം സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ കുറിച്ചു. 30 വർഷമായി ലഹരി വിരുദ്ധ സേനകളുടെ റഡാറിലുള്ള കൊടും കുറ്റവാളിയാണ് സലീം ധോല. ഡി കമ്പനിക്ക് വേണ്ടിയുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ അത്രയും ധോല വഴിയാണ് നടന്നിരുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ വിട്ട ഇയാൾ ദുബായിൽ ഇരുന്നു കൊണ്ട് പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ശൃംഖലയ്ക്ക് നേതൃത്വം നൽകുകയായിരുന്നു. ഏപ്രിൽ 25-നാണ് തുർക്കിയിൽ വെച്ച് ഇയാൾ പിടിയിലായത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.